ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ്ലി ലേശം കുറവാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വില ഇത് കൂടുതലായിട്ടും തായ്ലാൻഡ്, ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനത്തെ കൺട്രിയിലോട്ട് പോവുകയാണ് ചെയ്യുക. ഫ്ലൈറ്റ് ത്രൂ പോവുകയാണ്. ജീവനോട് കൂടിയിട്ട് അവിടെ എത്തിയാൽ മാത്രമേ വില ഉള്ളൂ. നാട്ടിലെന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ നാട്ടിൽ അതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് എനിക്ക് ഈ ഒരു ഏരിയയിൽ മഡ് ക്രാബിനെ കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കി ആ രീതിക്കാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ ഈ കയ്യിൽ കാണുന്നത് ഒരു XXL കാറ്റഗറിയിൽ പെടുന്നൊരു ക്രാബാണ്. നമുക്ക് ഈ ക്രാബിൽ തന്നെ 4 കാറ്റഗറിയാണുള്ളത്: മീഡിയം, ബിഗ്, XL, XXL. അപ്പോൾ XXL എന്ന് പറയുമ്പോൾ 1 കിലോൻ്റെ മുകളിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2600 ഇതിൻ്റെ 1 കിലോൻ്റെ മുകളിൽ വരുന്നതിന് റേറ്റ്. അതിൽ തന്നെ മീഡിയം എന്ന് പറയുമ്പോൾ നമ്മളൊരു 350 മുതൽ ഒരു 500, 550 വരെ. ബിഗ് എന്ന് പറയുമ്പോൾ ഒരു 500, 550 മുതൽ ഒരു 800 അടുത്ത് വരെ. പിന്നെ XL എന്ന് പറയുമ്പോൾ ഒരു 800 ഗ്രാം മുതൽ 1 കിലോ വരെ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. ഇതിനൊക്കെ ഓരോ വെയിറ്റിന് ഓരോ റേറ്റാണ്, ഗ്രേഡിങ്ങിൽ മാറ്റമുണ്ട്. പിന്നിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സിസ്റ്റം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരുമാണ് ചെയ്തത്. അതല്ലാതെ നമ്മൾ പുറമേ നിന്നൊരു ടീമിനെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചതല്ല. നമ്മൾ തന്നെ സമയം കണ്ടെത്തി നമ്മളതായ ഐഡിയക്കാണ് ക്രേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരുവിധ ടീം ബക്കറ്റിലും PVC പൈപ്പിലൊക്കെ ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ കുറച്ച് സ്ഥലത്ത് കൂടുതൽ ക്രാബിനെ എങ്ങനെ ചെയ്യാമെന്നുള്ളതെന്ന് എൻ്റെ മൈൻഡിൽ. ഇതൊരു 10 റൂമിൻ്റെ പോലും വലിപ്പമില്ല. അപ്പോൾ അതിലാണ് നമ്മളൊരു 48 ക്രാബിനെ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ക്രാബ്. പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും തുടക്കത്തിൽ ഒരു വലിയൊരു യൂണിറ്റ് നമ്മൾ ഒരിക്കലും തുടങ്ങരുത്. ഇതേപോലത്തെ ക്രേറ്റും കാര്യങ്ങളും അത് ഉപയോഗിക്കരുത്. കാരണം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ക്രേറ്റിന് വന്നിട്ട് ഒരു 500 രൂപേൻ്റെ എടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂണിറ്റ് മൊത്തം നമുക്കൊരു 10-15 രൂപേൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണം. അത് നമ്മളെ കൊണ്ട് പറ്റും. ചിലവ് കുറച്ച് ഇതിൽ ക്രേറ്റിൻ്റെ പകരം നമ്മൾ ക്യാനും കാര്യങ്ങളൊക്കെ മുറിച്ച് ചെയ്ത് നോക്കി അത് നമുക്ക് ഈ ഒരു മഡ് ക്രാബിൻ്റെ പരിപാടി നടപടി ആവുമെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. കഴിച്ച് ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്, നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവും. അപ്പം തുടക്കത്തിലെ ഒരു കാരണവശാലും ഒരു ഹൈ എമൗണ്ട് ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. 45 ലിറ്ററിൻ്റെ ക്രേറ്റാണ് ഇതുള്ളത്. അപ്പോൾ ഈ ക്രേറ്റിൽ നമ്മൾ ഒരു ഡോറ് നമ്മൾ മേക്ക് ചെയ്തിട്ട് ഈ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് ഇത് കൂടെയാണ് തീറ്റേൻ്റെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്, ഞണ്ടിനെ പിടിക്കുന്നത്, കൂട് ക്ലീൻ ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഈ ബോക്സിൽ തന്നെ നമ്മൾ ഫുൾ ടൈം വെള്ളം ഉള്ളിലോട്ട് വരാനുള്ളൊരു സംവിധാനമുണ്ട്. പിന്നെ ഒരു ഓവർഫ്ലോൻ്റെ സെറ്റപ്പ് ഉണ്ട്. കൂടത്തെ വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ 3 പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആ എൻഡിൽ ഒരു വാൽവുണ്ട്. ആ വാൽവ് തിരിക്കുമ്പോൾ കംപ്ലീറ്റ് വെള്ളം 0 ആയി പോകും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു പരിപാടിയിൽ നമ്മൾ റാസ് എന്നാണ് പറയുക. റാസ് എന്ന് പറയുമ്പോൾ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്നാണ് അതിനെ പറയുക. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്ക് കുറച്ച് വെള്ളം തന്നെ മതി. പിന്നെ അത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇത് നല്ല വെള്ളത്തിലാണോ ചെയ്യുന്നത് കടൽ വെള്ളത്തിലാണോ ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും നല്ല വെള്ളത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കടൽ വെള്ളമോ പുഴവെള്ളം എന്തായാലും വേണം. പക്ഷേ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടതായ മിനറൽ മിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ നല്ല വെള്ളത്തിനെ കടൽ വെള്ളത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളമാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ റാസ് സിസ്റ്റം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞണ്ടിനെ 365 ദിവസമുണ്ട് കൊല്ലം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഞണ്ടിനെ കിട്ടിയാൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റും. കടലിലും പുഴയിലും അല്ലെങ്കിൽ കായലിലൊക്കെ ആവുന്ന സമയത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഞണ്ടിനെ എപ്പോൾ കിട്ടണോ ആ സമയത്തെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ബോക്സിലെല്ലാം നമുക്ക് ഞണ്ടും ഉണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ഈ ഞണ്ടിൻ്റെ വേസ്റ്റും ഫുഡിൻ്റെ ലെഫ്റ്റ് ഓവറും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ടാങ്കിലോട്ടാണ് വീഴുക. ഇത് സെറ്റിലിംഗ് ടാങ്ക് എന്നാണ് പറയുക. അപ്പോൾ ഈ ടാങ്കിലോട്ട് വീഴുന്നതിന് മുന്നേ അവിടെ നെറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അതിലായിരിക്കും ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം വന്ന് വീഴുക. എന്നിട്ട് ഇവിടെ നിന്നൊരു സബ്മേഴ്സിബിൾ മോട്ടർ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഫിൽറ്ററുണ്ട്, കാനിസ്റ്റർ ഫിൽറ്ററാണ്. ആ ഫിൽറ്റർ നമ്മൾ ഇവിടെ തന്നെ മേക്ക് ചെയ്തതാണ്. അതിലൊരു 7-8 ടൈപ്പ് ഫിൽറ്റർ മീഡിയാസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം വെള്ളം പോയി മുകളിലോട്ട് കടന്നു വരുന്ന സമയത്ത് ഒരുവിധം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കാര്യമായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അമോണിയൻ്റെ ഒരു പ്രശ്നമാണ് ഉണ്ടാവുക. അമോണിയൻ്റെ ഒരു കൺവേർഷൻ ഇവിടെ വെച്ചിട്ട് നടക്കും. അപ്പോൾ അമോണിയ 0 ആവുകയും ചെയ്യും. ആ ഒരു പ്രശ്നം വരില്ല. ഫൈൻ വെള്ളം നേരെ ഈ ഒരു ടാങ്കിലോട്ടാണ് വരിക. ഈ ടാങ്കിൽ നമ്മൾ ഓസോൺ ഫിൽറ്റർ, UV ഫിൽറ്റർ അങ്ങനത്തെ 2 ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. നേരെ സിസ്റ്റത്തിലോട്ട് തന്നെ വീണ്ടും വരും. അങ്ങനെ ഒരേ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളെ കാര്യങ്ങളെല്ലാം നടപടിയാവുന്നത്. ഇവിടുത്തെ സിസ്റ്റത്തിലായാലും നമ്മളിപ്പോൾ ഞണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എല്ലാ ഞണ്ടിനെയും നമ്മൾ എടുക്കില്ല. കൈ കാല് പൊട്ട്, പിന്നെ ഒരു കൈ വലിപ്പം കൂടുതൽ, ഒരു കൈ വലിപ്പം കുറവ്, പിന്നെ അടിഭാഗത്ത് ഭയങ്കരമായ മാർക്കിങ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ല.
നമ്മളിപ്പോൾ ഈ ഞണ്ടിനെ നമ്മൾ വാട്ടറാണോ മഡാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഷെല്ലാണ് നമ്മൾ കാര്യമായിട്ട് നോക്കുക. ഇവിടുത്തെ ഷെല്ല് ഞെക്കി നോക്കിയിട്ട് ഇവിടെ ഞെങ്ങുന്നുണ്ടെങ്കിൽ അത് വാട്ടർ ക്രാബും, ഞെങ്ങുന്നില്ല നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മഡ് ക്രാബുമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഞണ്ട് നിലവിൽ വാട്ടർ ക്രാബായിരിക്കും. അതിന് നമ്മൾ വേണ്ട രീതിയിൽ ഫുഡ്, മിനറൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് മഡ് ക്രാബ് ആക്കിയിട്ട് മാറ്റുക. അതാണ് നമ്മുടെ പരിപാടി. ചില ആൾക്കാർ പറയുന്നുണ്ട് 500 ഗ്രാമുള്ളൊരു ഞണ്ടിനെ മേടിച്ച് ഒരു 10-30 ദിവസം പോയിട്ടുള്ളതിന് 100-200 ഗ്രാം കൂടുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇന്നേവരെ അങ്ങനെ കൂട്ടിയിട്ടില്ല. കൂടുകയാണെന്നുണ്ടെങ്കിലും കുറഞ്ഞ അളവിൽ എനിക്ക് കൂടിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ വെയിറ്റ് കൂട്ടി വിൽക്കേണ്ട ഒരു സാഹചര്യത്തിനെക്കാട്ടും ഉപരി വാട്ടർ ക്രാബിന് എടുക്കുക, അത് മഡ് ക്രാബാക്കി മാറ്റുമ്പോൾ നമുക്ക് അതിനൊരു പ്രോഫിറ്റ് എന്തായാലും കിട്ടും. പിന്നെ ഇപ്പോൾ ഈ ക്രാബിന് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുക XXL ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പം നമുക്ക് മോർട്ടാലിറ്റി കുറച്ചിട്ട് എണ്ണം കൂട്ടി ചെയ്യുകയാണെങ്കിൽ മീഡിയം ബിഗ് XL ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഫീൽഡ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് ഞാൻ അന്ന് നോക്കുന്ന സമയത്ത് കേരളത്തിൽ അധികം പേര് ചെയ്യുന്നില്ല. പിന്നെ നമ്മളൊരു ലോക്കൽ ഏരിയ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും സാധനത്തിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഭയങ്കര ഹൈപ്പോട് കൂടിയിട്ടുള്ള 2 ടീമാണ്. ഞാൻ പറയുന്നില്ല. 2 ടീമും കൊച്ചി ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഒരാളെ കയ്യിൽ നിന്ന് ഞാൻ 2025 മസ്കറ്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഓൺലൈനായിട്ടൊരു കോഴ്സ് എടുക്കുന്നത്. അത് 2500 സംതിങ് ഉണ്ട്. പക്ഷെ നമ്മളെ കോഴ്സ് എടുത്തെന്നല്ലാണ്ട് നമുക്കതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അവരെ വക സപ്പോർട്ടോ കാര്യങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. ഇപ്പം എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരാളെ ഈ അടുത്ത് പരിചയപ്പെട്ടു, എൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആളോട് പറഞ്ഞു. ആൾ പറഞ്ഞു കോഴ്സ് കാര്യങ്ങളൊന്നും ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ള ലെവലിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ പോയി, അവിടെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാശിനാണ് ഒരു കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്, എനിക്ക് മനസ്സിലായി. നമ്മൾ പോയിട്ടൊരു വഞ്ചിക്കപ്പെട്ടൊരവസ്ഥയിലേക്കാണ് 2 ടീമിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ട്. തുടങ്ങുന്ന സമയത്ത് ഒത്തിരി ഞണ്ട് ചത്തുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഞണ്ട് ചത്തു പോകണത് എന്തുകൊണ്ടെന്നുള്ളൊരു റീസൺ കറക്റ്റ് പറഞ്ഞുതരാൻ നമുക്ക് ആരുമില്ല. പിന്നെ അതിലുള്ള ഗവേഷണം നടത്തുന്ന കാര്യങ്ങളൊന്നും അങ്ങനത്തെ സെറ്റപ്പൊന്നും നിലവിൽ കേരളത്തിലില്ല. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കാര്യങ്ങൾ, പ്രശ്നങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ച് പഠിച്ച് അങ്ങനെയാണ് നമുക്ക് ഈ മോർട്ടാലിറ്റീൻ്റെ റേഷ്യോ നമുക്ക് നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റിയത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഞണ്ട് അങ്ങനെ ഒരു ചാവുന്ന ഒരു പ്രശ്നമില്ല. തുടക്കത്തെ കമ്പയർ ചെയ്യുമ്പം ചാവണില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുൽ എന്നാണ് ആളെ പേര്. ആളാണ് എനിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നത്. അപ്പം ആളെ എടുത്തു പോയി ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ട് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആളെ വിളിച്ചു ചോദിക്കും. അങ്ങനെ ആൾ ത്രൂ ആണ് എനിക്കിതിൻ്റെ വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും കിട്ടിയത്. അതല്ലാതെ ഞാൻ ആ കോഴ്സ് എടുത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടായില്ല. ആളാണ് എൻ്റെ ഒരു ആശാൻ എന്ന് വേണമെങ്കിൽ കൺഫേം ആയിട്ട് പറയാൻ പറ്റും. മീൻ തന്നെയാണ് മെയിനായിട്ട് ഫുഡായിട്ട് കൊടുക്കൽ. ഞാനിവിടെ 2 നേരമാണ് കൊടുക്കാറ്, കാലത്തും വൈകിട്ടും കൊടുക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ വെക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ തിന്ന് കഴിഞ്ഞാൽ ഓക്കെ, തിന്ന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന നമ്മളെന്തായാലും പുറത്തോട്ടെടുക്കും. നമുക്ക് XXL ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതായി വരാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ 50 ദിവസം 60 ദിവസമൊക്കെ. ഞാനിവിടെ പറയുന്ന എല്ലാ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ്, ഞാനൊരു കമ്പാരിസൺ അല്ല ചെയ്യുന്നത്. എനിക്കൊരു 19 ദിവസത്തിനടുത്തൊക്കെ കയ്യിൽ വെക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു ഞണ്ടിനെ നമ്മൾ ഇത്ര 2 ദിവസം കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടറും കൂടുതലാണ്. ഞണ്ട് ചത്തിട്ടേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും പറ്റില്ല. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഞണ്ട് ചാവണമെന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും ഇതിപ്പം നിർത്താൻ പാടില്ല. ഒരു കാരണവശാലും എന്തായാലും ഞണ്ട് ചാവും, സംശയമില്ല. നമ്മൾ തുടക്കമാണ്, നമുക്ക് അറിയാത്തൊരു പണിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കടലിലും കായലും പുഴയിലുള്ള ഞണ്ട് നമ്മൾ ബോക്സിലിട്ട് വളർത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും, അത് കാര്യമാക്കരുത്. നമ്മൾ ആ ചത്ത ഞണ്ടുണ്ടെങ്കിൽ അടുത്തന്നെ കൊണ്ടുവരിക, നമ്മൾ ഓരോരോ പരീക്ഷണങ്ങളായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള വെള്ളമാണ് നമ്മൾ നല്ല രീതിക്ക് ക്ലിയർ ചെയ്യേണ്ടത്. വെള്ളം മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്യുക, ഫിൽട്രേഷൻ സംവിധാനം പ്രോപ്പറായിട്ട് ചെയ്യുക. അമോണിയ നമ്മളെ കൊണ്ട് 0 ആക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഞണ്ടിനെ മേടിക്കുക എന്ന് ഞാൻ മേടിക്കുക, നമുക്ക് പുഴയിൽ പോകുന്ന ആൾക്കാർ, കടലിൽ പോകുന്ന ആൾക്കാരിൽ നിന്നാണ് ഞാൻ വാങ്ങുക. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങും. ഇങ്ങനത്തെ സ്ഥലത്തിനാണ് നമ്മൾ കാര്യമായിട്ട് വാങ്ങുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പം എനിക്ക് ഇവിടെ ഉള്ളൊരു ഏരിയയിൽ കടലുണ്ടി ആ ഭാഗമുള്ളതിനെ കൊണ്ട് കണ്ടൽക്കാട്, ചതുപ്പ് കാര്യങ്ങളുള്ളതിൻ്റെ ആ ഭാഗത്ത് ഒരുപാട് ക്രാബുണ്ട്. അത് ത്രൂ ഞണ്ട് നേരെ കടലിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ കടലിൽ നിന്ന് എനിക്ക് ഞണ്ടിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞണ്ടിനെ മേടിക്കാറ്. പിന്നെ നമുക്ക് നിലവിൽ കേരളത്തിലൊരു ഹാച്ചറി സെറ്റപ്പ് കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ നമുക്ക് വൈൽഡ് ക്യാച്ചായിട്ട് കിട്ടുന്ന ക്രാബിനെ തന്നെ എടുത്ത് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ആവുക. പിന്നെ നമ്മൾ ചെറിയ കുട്ടീനെ എടുത്ത് വലുതാക്കി വിൽക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ. ഓൾറെഡി ഈ വക സൈസുള്ള വാട്ടറിനെടുത്തിട്ട് വേണ്ട രീതിക്കുള്ള സെറ്റപ്പ് ചെയ്തിട്ട് മഡാക്കുക, കൊടുക്കുക, അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരു ബോക്സിൽ ഒരു ഞണ്ടിനെ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ആ ഒരു ഞണ്ടിനെ മാത്രം ഇടാനും പാടുള്ളൂ. കാര്യം എന്ന് പറയുമ്പോൾ ഒരു ബോക്സിൽ തന്നെ 2 ഞണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തമ്മാമിൽ കടിപിടി കൂടും, എന്തായാലും ഞണ്ട് ചത്തുപോകും.
ഈ 3 ബാരലിൽ നമ്മളിപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പം ഇതിലോട്ട് വേണ്ട ഒരു 3-4 മിനറൽ മിക്സും പിന്നെ നമുക്ക് അയഡിൻ ചേർക്കാത്ത കല്ലുപ്പൊക്കെ ചേർത്ത് അതിൻ്റേതായ സലൈനിറ്റിക്ക് അവർക്ക് ആവശ്യമുള്ള മിനറൽസ് ആഡ് ചെയ്തിട്ട് വെള്ളം നമ്മൾ ഉണ്ടാക്കും, സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യും. നമ്മളിവിടെ കാര്യമായിട്ട് മീൻ തന്നെയാണ് കൊടുക്കാറ് ഇവർക്ക് ഭക്ഷണമായിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പം കാലത്തും വൈകിട്ടാണ് ഫുഡ് കൊടുക്കുക. പിന്നെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കൂട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് രാത്രി ഇതേപോലെ തന്നെയാണ് ചെയ്യുക. വെള്ളം നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. നമുക്ക് കാര്യമായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുമ്പം അമോണിയ, നൈട്രേറ്റ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇതിൽ ആൽക്കനൈറ്റ്, സലൈനിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാൻ. പിന്നെ ഒത്തിരി ക്രാബും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിനറൽസ് കുറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. മഗ്നീഷ്യം, കാൽസ്യം അങ്ങനത്തെയൊക്കെ കുറയും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വെച്ച് ചെക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലും മാത്രമേ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് നടപടിയായി കിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വെള്ളം ഒരു പ്രശ്നമല്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞണ്ടിനെ എത്ര രൂപയ്ക്ക് കിട്ടും, എത്ര ദൂരം നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടാണ് ഒരു ഞണ്ടിനെ എടുക്കുന്നത്, അങ്ങനത്തെയൊക്കെ കുറച്ച് മാറ്റേഴ്സ് ഇതിനെ വലിയൊരു പ്രശ്നം തന്നെയാണ്. വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മിനറൽ മിക്സ് ആഡ് ചെയ്തിട്ട് വെള്ളം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കടൽ വെള്ളം വേണമെന്നോ പുഴവെള്ളം വേണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ഞണ്ടിനെ എടുക്കാൻ പോണ ദൂരം അല്ലെങ്കിൽ നമുക്ക് ഞണ്ടിന് എത്ര റേറ്റിന് കിട്ടും, കൂടിയ വിലയ്ക്ക് വാട്ടർ ക്രാബിന് എടുത്തിട്ട് പ്രത്യേകിച്ച് വലിയൊരു കാര്യം, ഒരു മാന്യമായ റേറ്റിന് വാട്ടർ ക്രാബിന് കിട്ടിയാലേ നമുക്ക് ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. നമുക്ക് ഓൾറെഡി ഒരു ഓപ്പൺ ടെറസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഓപ്പൺ ടെറസിൽ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണുന്നതല്ല, ഒരു 10 റൂമിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്രേറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സ്ഥലം മതി, കൂടുതൽ ഞണ്ടിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കൈകാര്യം ഇപ്പം ഞാനും വേറെ പണിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന കാരണം അമ്മയാണ് തീറ്റ കൊടുക്കുക, കൂടി ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ പ്രോപ്പറായിട്ട് വെള്ളത്തിൻ്റെ ചെക്ക് ചെയ്യുക, മിനറൽസ് കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, സലൈനിറ്റിൻ്റെ കാര്യം, ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയും പുറത്ത് കയറി പോകുന്നൊരു സാധനം ആയത് കാരണം നിങ്ങളിപ്പം 1 കിലോ കൊടുത്താലും 10 കിലോ കൊടുത്താലും 50 കിലോ കൊടുത്താലും ഷോപ്പത്തെ ആൾക്കാർ മേടിക്കും. നമുക്ക് മാർക്കറ്റിൽ എത്രയാണോ വില ഉള്ളത് അതെന്തായാലും അവർ തരുകയും ചെയ്യും. അതിലൊരു പറ്റിക്കലും കാര്യങ്ങളും ഒന്നും സംഭവിക്കില്ല. പോകെ എന്നോട് കുറേ ആൾക്കാർ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അത് അവർ ആവശ്യപ്പെടുകയാണെങ്കിലും മാത്രം. ഞാനായിട്ട് അങ്ങനെ സജഷൻ വെക്കലില്ല. ഞാൻ നിലവിൽ കടൽ വെള്ളം ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കടൽ വെള്ളം അല്ല ചെയ്യുന്നത്, മിനറൽ മിക്സ് കലക്കിയിട്ടുള്ളൊരു രീതിയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിനറൽ മിക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇതിൻ്റെ സീക്രട്ടോ കാര്യങ്ങളോ ഒളിയും അറിയുന്നില്ല, എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ അതിൽ നിങ്ങളെ സംശയം എപ്പോഴാണോ തീരുന്നത് അപ്പം മാത്രമേ ക്ലാസ്സും വൈൻഡപ്പ് ചെയ്യുള്ളൂ. പിന്നെ ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു സിസ്റ്റം ചെയ്യുക, എന്തായാലും ചെയ്യണം. സിസ്റ്റം ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും, ഉറപ്പാണ്. എന്നെ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു മഡ് ക്രാബിൻ്റെ ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടാണ്. നമ്മൾ യൂട്യൂബിലത്തെ ഒരു വീഡിയോൻ്റെയും അല്ലെങ്കിൽ ആ വീഡിയോ മാത്രം ഇതിൻ്റെ ഒരു എക്സ്പോഷർ കണ്ടിട്ട് മാത്രം ഇതിലോട്ട് ഇറങ്ങരുത്. ഇത് വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചതിൻ്റെ ശേഷം മാത്രം ചെറിയൊരു യൂണിറ്റ് തുടങ്ങുക. എന്നിട്ട് അത് നിങ്ങളെ കൊണ്ട് നടപടിയാവുന്നുണ്ടെങ്കിൽ മാത്രം അത് എക്സ്പാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ കാശ് എന്തായാലും കൺഫേം ആണ്, പോയി കിട്ടും. ചെറുന്ന് തുടങ്ങി കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വലുതാക്കുക, കുഴപ്പമില്ല. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. അവർ ഈ വീഡിയോയിൽ കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങൾ പറയും, ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ പൈസ ഉണ്ടാക്കാമെന്നൊക്കെ. അതിൻ്റെ എക്സ്പോഷർ മാത്രമാണ്, യാഥാർത്ഥ്യം അങ്ങനെയൊന്നല്ല.